മധ്യവേനൽ അവധിക്ക് ശേഷം വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായിരിക്കുന്നു. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 3 ലക്ഷത്തിലധികം കുരുന്നുകളാണ് ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് എത്തിയതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കുട്ടികളെ മധുരം നൽകിയാണ് അധ്യാപകർ സ്വീകരിച്ചത്. ആചാരം തെറ്റിക്കാതെ ചിലർ കരഞ്ഞു, മറ്റു ചിലർക്ക് ആശ്ചര്യം. ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ വേറെ ചിലർ. പ്രവേശനോത്സവത്തിന്റെ മനോഹര കാഴ്ചകൾ ഇങ്ങനെയൊക്കെയായിരുന്നു. സമ്മാനമായി കിട്ടിയ വർണ്ണക്കുടകളും ബാഗുകളും ചിലർ അമ്പരപ്പോടെ നോക്കി. നിഷ്കളങ്കമായ മുഖത്തോടെ ഇരിക്കുന്ന കുട്ടികളിലേക്ക് വിദ്യാഭ്യാസ മന്ത്രിയും അധ്യാപകരും പകർന്നത് സ്നേഹമാധുര്യം. ഉദ്ഘാടകനായി വേദിയിലേക്ക് എത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശനുമൊത്ത് സെൽഫി എടുത്തും സംവദിച്ചും കുട്ടികൾ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉത്സവച്ചായ പകർന്ന അന്തരീക്ഷമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ വളരെയേറെ ഉത്സവച്ചായ പകർന്ന അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ സ്കൂളുകളിൽ ഈ ദിനം ആചരിക്കുന്നത്. സ്കൂൾ തുറന്ന ദിവസത്തിൽ മഴയില്ലല്ലോ എന്ന പരിഭവത്തിൽ മുഖ്യമന്ത്രി കാലഘട്ടത്തിന്റെ പ്രത്യേകതയും അറിവ് നേടേണ്ടതിന്റെ പ്രാധാന്യവും ഓർമ്മിപ്പിച്ചു അദ്ദേഹം. എന്തൊരു സന്തോഷകരമായ ദിവസമാണിത്. പക്ഷെ എനിക്കൊരു സങ്കടമുണ്ട് ഇന്നത്തെ ദിവസം. കാരണം മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം ഉറപ്പായി മഴ പെയ്യുമായിരുന്നു. ഞങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ നന്മകളും, ഈ ദിവസത്തിൻ്റെ നന്മകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായി നേർന്നുകൊണ്ട് ഈ പ്രവേശന ഉത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ഈ അധ്യയന വർഷത്തിലെ അക്കാദമിക് കലണ്ടറിന്റെ പ്രകാശനവും വേദിയിൽ നടന്നു. 3 മുഖ്യമന്ത്രിമാരുമായി പട്ടം സ്കൂളിലെ വേദി പങ്കിടാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പങ്കിട്ടു. സൈബർ സുരക്ഷാ പ്രതിജ്ഞയും ഏവരും ഏറ്റുചൊല്ലി. സൈബർ ബുള്ളിയിങ്, വ്യാജ വാർത്തകൾ, മോശം ഉള്ളടക്കങ്ങൾ എന്നിവയെ ഞാൻ നിരുത്സാഹപ്പെടുത്തും. 35 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളിലേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.